അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 3-ാം വാക്യവും 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും നമുക്ക് വായിക്കാം. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യങ്ങളാണ് നാം കേട്ടത്. യഹൂദ മത നേതാക്കന്മാർ വ്യാജ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ജനത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിച്ചുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷാ സമയം. മോശയുടെ ന്യായപ്രമാണം ഞങ്ങളുടെ കയ്യിലാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് ഗമ കാണിക്കുകയും ആ ന്യായപ്രമാണം ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ വ്യാജമാക്കി മാറ്റിയിരിക്കുന്നുവെന്ന് യേശു കണ്ടുപിടിക്കുകയും ചെയ്തിരുന്നു. ജനത്തെ വഞ്ചിച്ച് പണമുണ്ടാക്കുന്ന തന്ത്രമായിരുന്നു ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന മഹാപുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും പിന്തുടർന്നത്. ഘനമേറിയ ഉപദേശങ്ങൾ അവർ ജനത്തിന് കൊടുക്കും. എന്നാൽ ന്യായപ്രമാണം മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന അവർ ന്യായപ്രമാണം അനുസരിക്കുന്നുണ്ടായിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കാണിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്നതിന് ക്രൂശിൻ്റെ വചനം എന്നാണ് 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ സുവിശേഷം അഥവാ ക്രൂശിൻ്റെ വചനം അല്ലാത്ത എല്ലാ സുവിശേഷവും മറ്റൊരു സുവിശേഷം അഥവാ വേറൊരു സുവിശേഷം എന്ന നിലയിലേക്ക് മാറ്റപ്പെടും. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അഥവാ ക്രൂശിൻ്റെ വചനം നമുക്ക് തരുന്ന സന്ദേശം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പകരക്കാരനായി കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നിരിക്കുന്നതിനാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ നമ്മുടെ പാപം ഇനി നാം ചുമക്കേണ്ട ആവശ്യമില്ല. നാം പാപിയാണെന്ന് സമ്മതിക്കുകയും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ കർത്താവായ യേശു ക്രിസ്തുവിനോട് നാം പ്രാർത്ഥിക്കുകയും ചെയ്യാമെങ്കിൽ യേശു നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജലസ്നാനം മുങ്ങുകയും ചെയ്യണം. എന്നാൽ യേശു പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ നാം ഉപേക്ഷിച്ചാൽ നമുക്ക് ദൈവമക്കളാകുവാൻ ദൈവം അധികാരം തന്നിരിക്കുന്നുവെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും നാം പാപം ചെയ്താൽ സാത്താൻ്റെ മകനായി നാം തീരുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മകനാണെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു നമ്മോട് കൽപ്പിക്കുന്നത്, അധികം തിന്മയായത് ഭവിക്കാതിരിക്കുവാൻ ഇനി പാപം ചെയ്യരുത്. നാം ഇപ്പോൾ കേട്ട കാര്യങ്ങളെല്ലാം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നു. എന്നാൽ വേറെ ഒരു സുവിശേഷം അഥവാ മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള ഭൗതിക നന്മകളെക്കുറിച്ചും നമ്മുടെ ശരീരത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളും മാത്രം ഉള്ള സുവിശേഷമാണ്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൽ അഥവാ ക്രൂശിൻ്റെ വചനത്തിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായുള്ള കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നു. ക്രൂശിൻ്റെ വചനത്തിന് പൗലോസ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പേര് പഥ്യവചനം എന്നാണ്. ഇതിന് ഇംഗ്ലീഷിൽ സൗണ്ട് ഡോക്ട്രിൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം എങ്ങനെ ജീവിക്കണമെന്നും നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ ആയിരിക്കണമെന്നും ക്രൂശിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം അനുസരിക്കേണ്ടതും നാം ചെയ്യുവാൻ പാടില്ലാത്തതും ബൈബിളിൽ പാപത്തിൻ്റെ പട്ടികയിൽ ഉള്ളതുമായ കാര്യങ്ങളെല്ലാം ക്രൂശിൻ്റെ വചനത്തിൽ അടങ്ങിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചത് മത്തായി എഴുതിയ സുവിശേഷം 5-ാം 5-ഉം 6-ഉം 7-ഉം അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. യേശു അനേകം രോഗികളെ സൗഖ്യമാക്കി. ഇത് കണ്ട അന്നത്തെ മഹാപുരോഹിതന്മാരും പുരോഹിതന്മാരിൽ അനേകരും യേശുവിനെയോ യേശു ചെയ്ത അത്ഭുതങ്ങളെയോ വിശ്വസിച്ചില്ല. യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് കേട്ട പരീശന്മാർ പറഞ്ഞത്, ഭൂതങ്ങളുടെ തലവനായ ബെയൽസെബൂലിനെ കൊണ്ടല്ലാതെ യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്നാണ്. ഇത് മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.
അവരിൽ പലരും യേശുവിന് ഭൂതമുണ്ട്, അവൻ ഭ്രാന്തനാകുന്നു, അവൻ്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ മറ്റു ചിലർ ഇത് ഭൂതഗ്രസ്തൻ്റെ വാക്കല്ല, ഭൂതത്തിന് കുരുടന്മാർ കണ്ണ് തുറക്കുവാൻ കഴിയുമോ എന്ന് പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിനെതിരെ യഹൂദന്മാർ ഉന്നയിച്ച ആരോപണങ്ങളും യേശു അവർക്ക് കൊടുത്ത മറുപടിയും കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിനെതിരെയുള്ള മറ്റൊരു ആരോപണം, യേശു ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനും തിന്നിയും കുടിയനുമായ മനുഷ്യനും ആകുന്നു എന്നായിരുന്നു. ഇത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 34-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്രകാരമുള്ള അനവധി ആരോപണങ്ങൾ യഹൂദന്മാർ യേശുവിനെതിരെ നിരത്തിക്കൊണ്ട് ജനത്തെ യേശുവിൻ്റെ പിന്നാലെ പോകാതെ തടയുവാൻ ശ്രമിച്ചപ്പോൾ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ ജനം പറയുന്ന വാക്കുകളാണ് നാം യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ കേട്ടത്. അതിപ്രകാരമാണ്, ഇത് ഭൂതഗ്രസ്തൻ്റെ വാക്കല്ല, ഭൂതത്തിന് കുരുടന്മാരുടെ കണ്ണ് തുറക്കുവാൻ കഴിയുമോ? കണ്ണിന് കാഴ്ച ലഭിച്ച പിറവിക്കുരുടൻ പറയുന്ന സാക്ഷ്യം നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ വായിക്കുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: കുരുടനായി പിറന്നവൻ്റെ കണ്ണ് ആരെങ്കിലും തുറന്ന പ്രകാരം ലോകമുണ്ടായത് മുതൽ കേട്ടിട്ടില്ല. ദൈവത്തിൻ്റെ അടുക്കിൽ നിന്നും വന്നവനല്ലെങ്കിൽ യേശുവിനൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. യേശുവിനെതിരെയുള്ള മറ്റൊരു ആരോപണം ഇപ്രകാരമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 27-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: യേശു എവിടെ നിന്നെന്ന് നാം അറിയുന്നു, ക്രിസ്തു വരുമ്പോഴോ അവൻ എവിടെ നിന്നെന്ന് ആരും അറിയുകയില്ല. യേശുവിനെ അനുഗമിക്കുന്നവൻ്റെ മക്കളെ അവനിൽ നിന്നും പിന്തിരിപ്പിക്കുവാനുള്ള യഹൂദ പ്രമാണിമാരുടെ തന്ത്രമായിരുന്നു ഇതെല്ലാം. എന്നാൽ ഈ വാക്കുകൾ കേട്ടപ്പോൾ പാപം ചെയ്യാതെ ജീവിക്കുവാനും യേശുവിനെ അനുസരിക്കുവാനും ആഗ്രഹിച്ചിരുന്ന യേശുവിൻ്റെ മക്കൾ കൊടുത്ത മറുപടി യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 31-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തു വരുമ്പോൾ യേശു ചെയ്തതിലും അധികം അടയാളങ്ങൾ ചെയ്യുമോ? ഇത് പറയുക മാത്രമല്ല, അവർ യേശുവിനെ വിശ്വസിക്കുകയും ചെയ്തു. യേശുവിനെതിരെ പല ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവനെ അനുസരിക്കുവാനായി പിൻഗമിച്ച യേശുവിൻ്റെ മക്കളെ പിന്തിരിപ്പിക്കുവാനായി ശ്രമിച്ചവരുടെ മുമ്പിൽ യേശു ഇത്ര വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടും അവർ യേശുവിൽ വിശ്വസിച്ചില്ല എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശുവിൻ്റെ പിന്നാലെ അനേകം ജനങ്ങൾ വന്നുകൊണ്ടിരുന്നുവെങ്കിലും അവരെല്ലാവരും യേശുവിൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവർ, അഥവാ അവരെല്ലാവരും യേശുവിനെ അനുഗമിക്കുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർ അല്ല എന്ന് യേശു തിരിച്ചറിഞ്ഞിരുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ യേശു പറയുകയാണ്: ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. ഇടയന്മാരുണ്ട്, കള്ളന്മാരുമുണ്ട്. ഇടയനാണെങ്കിൽ വാതിലൂടെ മാത്രമേ കടക്കുകയുള്ളൂ. ആട്ടിൻ തൊഴുത്തെന്ന ഒരു പദം നമുക്കവിടെ കാണുവാൻ കഴിയും. ഈ തൊഴുത്തിൽ പല കൂട്ടങ്ങളുണ്ട്. അതത് കൂട്ടത്തിൻ്റെ ഇടയന്മാരെ അതത് കൂട്ടത്തിലെ ആടുകൾക്ക് അറിയാം. ആടുകൾ ഇടയനെ തിരിച്ചറിയുന്നത് ഇടയൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ്. തന്നെയുമല്ല, തൻ്റെ കൂട്ടത്തിലെ ആടുകളുടെ പേര് പോലും ഒരു നല്ല ഇടയനാണെങ്കിൽ അറിയുവാൻ കഴിയും. അതും തന്നെയല്ല, തൻ്റെ ആടുകളുടെ അവസ്ഥയും ഒരു നല്ല ഇടയനെ അറിയുവാൻ കഴിയും. യാക്കോബ് തൻ്റെ സഹോദരനായ ഏശാവിനോട് പറയുന്ന വാക്കുകൾ നാം കേട്ടിട്ടുണ്ട്: കറവുള്ള ആടുകളും കന്നുകാലികളും കൂടെയുണ്ടെന്ന് യജമാനൻ അറിയുന്നുവല്ലോ. അവയെ ഒരു ദിവസം അധികമായി ഓടിച്ചാൽ കൂട്ടമെല്ലാം ചത്തുപോകും. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 13-ാം വാക്യത്തിൽ യാക്കോബ് തൻ്റെ സഹോദരനായ ഏശാവിനോട് പറയുന്ന വാക്കുകളാണിത്. മൃഗങ്ങളുടെ അവസ്ഥ യാക്കോബിനറിയാം. അങ്ങനെയെങ്കിൽ നമ്മുടെ യഥാർത്ഥ ഇടയനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അവൻ്റെ ആടുകളായ നമ്മുടെ അവസ്ഥ എത്ര അധികം അറിയുവാൻ കഴിയും. നമ്മെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ട് വരും എന്നും നിത്യജീവൻ തരും എന്നുമാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്.
അതായത് സാത്താൻ്റെ ബന്ധനത്തിൽ കിടന്നിരുന്ന നമ്മെ കള്ള ഇടയന്മാർ മേഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ യേശു നമ്മെ വിളിച്ചപ്പോൾ ആ വിളിയിൽ കൂടി തന്നെ എന്തെന്നില്ലാത്ത സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വന്നു. അന്നു മുതൽ ഒരു ആശ്വാസമായിരുന്നു. മറ്റുള്ള ഇടയന്മാർ നമ്മുടെ നന്മകൾ അപഹരിക്കുവാൻ ശ്രമിക്കുമ്പോൾ യേശുവാകുന്ന നല്ല ഇടയൻ സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുന്നു. സകല രോഗങ്ങളെയും അവൻ സൗഖ്യമാക്കുന്നു. സാത്താൻ്റെ നുകക്കയർ അവൻ പൊട്ടിച്ചു കളഞ്ഞു. ആഫ്രിക്കയിൽ നിന്നും പിടിച്ചുകൊണ്ടുവരുന്ന നീഗ്രോകളെ അവരുടെ യജമാനന്മാർ ബന്ധിച്ചിരുന്നത് കഴുത്തിൽ ഒരു ഇരുമ്പ് കോളറിൽ ബന്ധിച്ചിട്ടുള്ള ചങ്ങലയിലാണ്. അടിമ രക്ഷപ്പെടുവാൻ ശ്രമിച്ചാൽ കോളർ മുറുകുകയും തൊണ്ട പൊട്ടി മരിക്കുകയും ചെയ്യും. ഒരു അടിമ യേശു കൊടുത്ത സ്വാതന്ത്ര്യത്തിന് പറഞ്ഞത്, യേശു എൻ്റെ ഇരുമ്പ് കോളറിൽ നിന്നും എന്നെ രക്ഷിച്ചു എന്നാണ്. ഒരു ആട് ആദ്യം പഠിക്കേണ്ടത് തൻ്റെ ഇടയൻ്റെ ശബ്ദമാണ്. അന്യൻ്റെ ശബ്ദം പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് മനസ്സിലാകാത്ത ശബ്ദത്തിൻ്റെ പിന്നാലെ നാം പോകാതിരുന്നാൽ മതി. ഒരു പിഞ്ചു കുഞ്ഞ് നിലവിളിക്കുമ്പോൾ മറ്റേത് അമ്മ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചാലും ചെറിയ രീതിയിലേ കഴിയാറുള്ളൂ. വീണ്ടും കരച്ചിൽ തുടങ്ങും. എന്നാൽ തൻ്റെ സ്വന്തം മാതാവ് കുഞ്ഞിനെ ഒന്ന് വിളിച്ചാൽ കരച്ചിലുടനെ നിർത്താറുണ്ട്. കാരണം സ്വന്തം മാതാവിൻ്റെ ശബ്ദം ആ കുഞ്ഞ് പഠിച്ചു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ കുഞ്ഞുമായി ബന്ധമുള്ളത് മാതാവിനാണ് എന്നതുപോലെ നാം യേശുവുമായി ഏറ്റവും അധികം സമയം അടുത്തിടപഴകിയാലേ നാഥൻ്റെ ശബ്ദം തിരിച്ചറിയുവാനും ആ ശബ്ദം കേൾക്കുമ്പോൾ ആശ്വാസം പ്രാപിക്കുവാനും നമുക്ക് കഴിയൂ. ആ ശബ്ദം നാം തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ സ്വഭാവം അനുകരിച്ചാൽ നിശ്ചയമായും നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. യേശുവുമായാണ് ജീവിക്കുന്നതെങ്കിൽ സ്വർഗീയ സന്തോഷമായിരിക്കും നമുക്കുണ്ടാകുന്നത്. ഈ യേശുവിനെ ആരെങ്കിലും തുടരാതിരിക്കുന്നത് കണ്ട് നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം പാപത്തെ ഉപേക്ഷിക്കുവാൻ അവർക്ക് കഴിയാത്തതിനാലും അവർ യേശുവിൻ്റെ ആട്ടിൻകൂട്ടത്തിലുള്ള ആടുകൾ അല്ലാത്തതിനാലും യേശുവിൻ്റെ സ്വഭാവം തുടരുന്നില്ല എന്നേ ഉള്ളൂ. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, യേശു നല്ല ഇടയനാണ്. സമാധാനത്തിനും സംരക്ഷണത്തിനും ഭക്ഷണത്തിനും സഹിത്വത്തിനും ദാഹശമനത്തിനും ഈ ഇടയൻ മതിയായവനാണ്. നിങ്ങൾക്കുള്ള ഏത് നല്ല സ്നേഹിതനേക്കാളും നല്ല സ്നേഹിതനാണ് കർത്താവായ യേശു ക്രിസ്തു. മുഖപക്ഷം കാണിക്കുകയോ കൈക്കൂലി മേടിക്കുകയോ ചെയ്യാതെ സഹായിക്കുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ എത്ര വലിയ നീറുന്ന പ്രശ്നങ്ങൾക്കും ഈ യേശു മതിയായവനാണ്. ഏത് സങ്കടവും തുറന്നു പറയുവാൻ മടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. സകല പ്രശ്നങ്ങൾക്കും ഈ യേശു മതിയായവനാണ്. ഒരേ ഒരു വ്യവസ്ഥ മാത്രമാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്: ഇനി പാപം ചെയ്യരുത്. ഈ യേശുവുമായി ഉറ്റ ബന്ധത്തോടെ നമുക്ക് ജീവിക്കാം, നിത്യജീവനാവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമാധാനമില്ലാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അടിയനെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സമാധാനം കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ അങ്ങ് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.